ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവരും ഹാപ്പി സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഹാപ്പി സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചിക്കൻ പാർട്സ് കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ട് അതും വളരെ സിമ്പിളായിട്ട് അത് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലാതെ കുറഞ്ഞ സാധനങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ചിക്കൻ പാർട്സ് വെക്കാമെന്നാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാള, ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ 1-2 തക്കാളി, അതുപോലെ ഒരു 3-4 പച്ചമുളക്, അതുപോലെ കുറച്ച് ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, തക്കാളി കട്ട് ചെയ്തെടുക്കുക, അതുപോലെ പച്ചമുളക് നടുകെ കീറിയെടുക്കുക, അതുപോലെ വെളുത്തുള്ളി നമ്മൾ ഒന്നും കാട്ടിയിട്ടില്ല, അതേപോലെ നമ്മൾ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെജ് ഐറ്റംസ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അധികം നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ഒന്നും കൂടി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലോട്ട് കുറച്ചധികം ഓയിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഓയിൽ പാർന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലോട്ട് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി, അതുപോലെ പച്ചമുളക്, കരിവേപ്പില, അതുപോലെ വെളുത്തുള്ളി, ഇത്രയും സംഭവങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് അതിലോട്ട് നമ്മൾ പിന്നെ പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെന്ന് പറയുമ്പോൾ ഓവറായിട്ടുള്ള പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ, ചിക്കൻ മസാല, ഇത്രയും സംഭവമാണ് നമ്മൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ഗരം മസാല അങ്ങനത്തെ ഐറ്റംസ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാം, അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ എരിവിനനുസരിച്ച് ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 3-4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 4 ടീസ്പൂൺ ചിക്കൻ മസാല, ഇങ്ങനെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഉള്ളിയിൽ കിടന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. എന്നിട്ടാണ് പിന്നെ നമ്മൾ അതിലോട്ട് ചിക്കൻ പാർട്സ് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടാണ് നമ്മൾ ചിക്കൻ പാർട്സ് അതിൽ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ പാർട്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മസാലയും കാര്യങ്ങളെല്ലാം ചിക്കൻ പാർട്സ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ നമ്മളതിലോട്ട് ഒരു കപ്പ് സാധാരണ പച്ചവെള്ളമാണ് നമ്മളതിലോട്ട് പാർന്നിട്ടുള്ളത്. എന്നിട്ട് പച്ചവെള്ളം പാർന്നിട്ട് നമ്മൾ പിന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. ഞാൻ നേരത്തെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഞ്ഞൾപ്പൊടി ഞാൻ ലാസ്റ്റ് ചിക്കൻ പാർട്സ് എല്ലാം ഇട്ട് എന്നിട്ട് വെള്ളവും പാർന്ന് ഇതാക്കി വെക്കുന്ന സമയത്താണ് മഞ്ഞൾപ്പൊടി അതിലോട്ട് ഇട്ടിട്ടുള്ളത്. കാരണം മഞ്ഞൾപ്പൊടി ഇട്ട് വല്ലാതെ ഇളക്കണ്ടെന്ന് കരുതിയിട്ടാണ് മഞ്ഞൾപ്പൊടി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സംഭവിച്ച് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അതും ചെറിയ തീയിൽ കനലും പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ വേവിച്ചെടുക്കുന്നത്. അത് നന്നായിട്ട് ചിക്കൻ പാർട്സിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് ഒരു വരണ്ട് വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ പിന്നെ വാങ്ങി വയ്ക്കുകയാണ് ചെയ്യുന്നത്. വേണ്ടവർക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വറുത്ത് ഇടാവുന്നതാണ്. പിന്നെ ചെറിയ ഉള്ളി വറുത്ത് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ പച്ച വെളിച്ചെണ്ണ കുറച്ച് അതിൻ്റെ മുകളിലൂടെ ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കുരുമുളകൊക്കെ ഇട്ട് വെക്കുന്ന പാർട്സൊക്കെ പൊറാട്ടയുടെ കൂടെ അതൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെയുള്ളൊരു ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഐറ്റംസ് മാത്രം മതി. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പാർട്സാണ്, ചിക്കൻ കുരുമുളക് പാർട്സാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഇങ്ങനെയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം.